നെക്സ്റ്റ് സ്ലൈഡ് എ സി വേവ് ഫോം ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളിപ്പോൾ എ സി വേവ് ഫോം ആയിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സൈൻ വേവിനാണ് അല്ലെ, ഓൾട്ടർനേറ്റിംഗ് സിഗ്നൽ ആയിട്ട് കാണിച്ചിരിക്കുന്ന സൈൻ വേവ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ഫിഗർ നോക്കുക, ഒരു കണ്ടിന്യൂസ്ലി വേരിങ് സൈൻ വേവ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് ഹാഫ് സൈക്കിൾ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആദ്യം കാണിച്ച കറണ്ട് ഗോയിങ് ഫോർവേഡ് ഡയറക്ഷൻ, ഇപ്പോൾ ലോ വോൾട്ടേജിന് ഹൈ വോൾട്ടേജിലേക്ക് അത് മൂവ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ മാക്സിമം എത്തുമ്പോൾ കറണ്ട് വിൽ ഗോയിങ് ടുവേഴ്സ് എ നെഗറ്റീവ് ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് പീക്ക് ചെയ്യുന്നു, അത് ഡിക്രീസ് ചെയ്ത് അവസാനം സീറോയിലേക്ക് വരുന്നു, 0 വോൾട്ടിലെത്തുന്നു. ആ സമയത്ത് കറണ്ട് 0 ആയിരിക്കും. പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നു, നെഗറ്റീവ് പീക്ക് എത്തുന്നു, വീണ്ടും തിരിച്ച് 0-ലെത്തുന്നു, വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വേവ് ഫോമിൽ ഇതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഐദർ വോൾട്ടേജ് ഓർ കറണ്ട്. It is the maximum possible value that can be attained by in either positive or negative half cycle. അതിനാണ് പീക്ക് വാല്യൂ അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും സെയിം ആയിരിക്കും. ഇനി ഇവിടെ എക്സ് ആക്സസ് കാണിച്ചിരിക്കുന്നത് നോക്കുക, 0, π/2, π, 3π/2, 2π. എന്താണിത്? ടൈമിന് പകരം ആംഗുലർ, ഇത് ആംഗിൾ ആണ് കാണിച്ചിരിക്കുന്നത്. 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ദെൻ 360 ഡിഗ്രി, ദാറ്റ് ഈസ് അഗെയിൻ 0 ഡിഗ്രി. അപ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫുൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയും. അപ്പോൾ ആംഗിൾ അല്ലെങ്കിൽ ടൈം, ഇതാണ് ഒരു സൈൻ വേവിൻ്റെ എക്സ് ആക്സിസ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ടൈം എഴുതുക. അപ്പോൾ ഒരു 50 ഹെർട്സ് സിഗ്നൽ ആണെങ്കിൽ ഈ ഒരു ഫുൾ സൈക്കിൾ തീരാനായിട്ട് എടുക്കുന്നത് 1/50 അല്ലെങ്കിൽ 20 മില്ലി സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ എ സി വേവ് ഫോംസിന് ഒരു 3 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കിപ്പോൾ പറയാം. ഒന്ന് ടൈം പീരിയഡ്, സെക്കൻഡ് വൺ ഫ്രീക്വൻസി, ദെൻ ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് പറഞ്ഞു, അതായത് ഇൻസ്റ്റന്റേനിയസ് വേരിയേഷൻ ഇൻ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ വേരിയേഷൻ ഇൻ വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി കറണ്ട് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമുക്ക് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. ഫ്രീക്വൻസി, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് വരും? 50 ഹെർട്സ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിലൂടെ എത്ര സൈക്കിൾസ് അറ്റ് എ ടൈം കടന്നു പോകുന്നു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്നതാണ് അടുത്ത സ്ലൈഡുകൾ. ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ദെൻ ടൈം പീരിയഡ്, ദെൻ പീക്ക് ടു പീക്ക് വോൾട്ടേജ്. പീക്ക് ടു പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം പീക്ക് തൊട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരെയുള്ളത്. ഇപ്പോൾ VM ആണ് ഇതിൻ്റെ മാക്സിമം വോൾട്ടേജ് എങ്കിൽ അല്ലെ പീക്ക് വോൾട്ടേജ് എങ്കിൽ 2 VM ആണ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്. ടൈം പീരീഡ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എടുക്കുന്ന സമയം. അപ്പോൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സിമിലർ പോയിന്റ് ടു അനദർ സിമിലർ പോയിന്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വൺ സൈക്കിൾ രണ്ട് മെത്തേഡിൽ എടുത്തിരിക്കുന്ന കാണാൻ പറ്റും. വൺ സൈക്കിൾ രണ്ട് മെത്തേഡിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നിൽ 0 ടു നെക്സ്റ്റ് 0 അല്ലെ, ഒരു 0യിൽ തുടങ്ങി നെക്സ്റ്റ് 0 ആ പൊസിഷൻ വരെ എത്തുന്ന ഒരു സൈക്കിൾ. മറ്റൊന്ന് കാണിച്ചിരിക്കുന്ന നെഗറ്റീവ് പീക്ക് ടു നെക്സ്റ്റ് നെഗറ്റീവ് പീക്ക്. ഇത് രണ്ട് ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കും, രണ്ടിലും ടൈം പീരീഡ് ടി സെയിം ആയിരിക്കും. അപ്പോൾ സിമിലർ പോയിന്റ് ടു നെക്സ്റ്റ് സൈക്കിളിലെ സിമിലർ പോയിന്റ്, ഇതിനെടുക്കുന്ന ടൈമാണ് 1 ടൈം പീരീഡ്. അപ്പോൾ ടൈം പീരീഡ് ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ടി ഈക്വൽ 1/t. ഫ്രീക്വൻസി 1 ടൈം പീരീഡ് ആണ്. ഇവിടെ രണ്ട് സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട് വിത്ത് ഡിഫറെന്റ് ഫ്രീക്വൻസി അല്ലേ.
രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള രണ്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് അതിൻ്റെ ടൈം പീരീഡിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഫ്രീക്വൻസി ഈസ് ഡിഫറെൻറ്റ്. രണ്ടാമത് വന്ന വേറൊരു ഡിഫറൻസ്, ഇറ്റ്സ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഓൾസോ ഡിഫറെൻറ്റ്. ഇപ്പോൾ വൺ ഈസ് ഇൻ 50 ഹെർട്സ്, അനദർ വൺ ഈസ് 60 ഹെർട്സ്. Then in amplitude of 50 hertz signal is maximum amplitude of 50 hertz signal is 325, where that of 60 hertz signal is 156. Next is the phase of an alternating signal. Phase. നിങ്ങൾ ആ ഫിഗർ നോക്കുക. Here one AC waveform is shown. Then its angle varied from 0 to 2 pi. അല്ലേ, ആ എക്സ് ആക്സിസ് കാണുന്നത് ആംഗിൾ. ദെൻ വൈ ആക്സിസ് ഈസ് ദ കറസ്പോണ്ടിങ് വേരിയേഷൻ ഇൻ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് വേവ്ഫോം ആണ് കാണിച്ചിരിക്കുന്നത്. സോ സ്മോൾ ഐ ഈസ് ദ വേരിയബിൾ ഇൻ വൈ ആക്സിസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് മേ വേരി ഫ്രം 0 ടു എ മാക്സിമം വാല്യൂ, ദെൻ അഗെയിൻ ടു 0 അറ്റ് പൈ ഡിഗ്രി, ദെൻ ഇൻക്രീസിങ് ടുവേർഡ്സ് ദ നെഗറ്റീവ് സൈഡ് ആൻഡ് അറ്റൈൻ എ മാക്സിമം അറ്റ് ദ നെഗറ്റീവ് സൈഡ്. Then it will continue up to 2 pi and its value will become 0. Okay, so the corresponding variation in the angle is 0 to 2 pi. In other words, 0 to 360 degree. So this variation in the amplitude small I can be represented in terms of a rotating vector. ഇത് വേറെ റെപ്രസെൻറ്റേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. എ റൊട്ടേറ്റിംഗ് വെക്റ്റർ വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. നോക്കുക, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ. ഒമേഗ എന്ന് പറയുന്ന ആ ഫ്രീക്വൻസിയിൽ ഒരു വെക്റ്റർ സാമ്പിൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് IM ഈസ് വേരിയിങ്, റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ പാരാമീറ്റർ ചേഞ്ചിങ് ഹിയർ? തീറ്റ വിൽ ചേഞ്ച്. ഇല്ലേ, നമുക്ക് ആ വെക്ടർ റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 0 to 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടർ ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ റിലേറ്റീവ് ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന AC സൈൻ വേവ്. ഓക്കെ, അതിൻ്റെ പൊസിഷനാണ് നമ്മളത് മാർക്ക് ചെയ്യുക. അപ്പോൾ നോക്കുക, ആ IM എഴുതിയിരിക്കുന്ന ആ ഒരു വെക്ടർ റൊട്ടേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രി, അതായത് തീറ്റ ആയിക്കോട്ടെ 90 ഡിഗ്രി എത്തുമ്പോൾ നിങ്ങൾക്കത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ എത്തുന്നു എന്ന് പറയാൻ പറ്റും. ദെൻ 90 to 180 വേരി ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. തീറ്റ വിൽ വേരി ഫ്രം 0 to 180. ദെൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 360 ഡിഗ്രിയും ഇത് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സൈൻ വേവിൻ്റെ ഫോമാണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫേസ്, വാട്ട് ഈസ് ദ ഫേസ് ഓഫ് ദിസ് സിഗ്നൽ? ഫേസ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ബേസിക് ഇലക്ട്രോണിക്സിൽ ഏകദേശം ഒന്ന് പറഞ്ഞിരുന്നു. അതായത് എപ്പോഴും ഫേസ് തനിച്ച് നിൽക്കുന്ന ഒരു പോയിന്റ് ആയിട്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടല്ല പറയുന്നത്, മറ്റെന്തെങ്കിലും ഒരു റെഫറൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഓൾവേസ് വി ആർ കമ്പയറിംഗ് വിത്ത് ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ ഒറിജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ സിഗ്നൽ ഇപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നു, അതാണ് phase of that signal എന്ന് പറയുന്നത്. So phase of an alternating quantity is defined as the divisional part of a cycle through which the quantity move forward from a selected origin. അപ്പോൾ ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 0 ഡിഗ്രി എന്നാണെങ്കിൽ ആ 0 ഡിഗ്രിന്ന് എത്ര ഡിഗ്രി അത് മാറിയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ്. അപ്പോൾ ഫേസ് എങ്ങനെ വേരി ചെയ്യുന്നു? 0 to 180 ഡിഗ്രി ചേഞ്ച് ചെയ്യും നമ്മളൊരു റെഫറൻസ് പോയിന്റ് മാറ്റുന്നതനുസരിച്ച്. അപ്പോൾ ഈ ഫേസ് ഓഫ് ആൻ ഓൾട്ടർനേറ്റീവ് സിഗ്നൽ നമ്മളൊരു പർട്ടിക്കുലർ മൊമെന്റിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എവിടെ നിൽക്കുന്നു, അപ്പോൾ നമ്മൾ എടുക്കുന്ന റെഫറൻസുമായിട്ട് എത്ര ഡിഗ്രി മാറിയിട്ടാണ് നിൽക്കുന്നത്, അതാണ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിഗ്നലിന് അതിൻ്റെ തന്നെ ഫേസ് കാണിക്കുന്നതിന് പകരം നമ്മൾ സാധാരണ രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ് സാധാരണ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം രണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, രണ്ട് ഓൾട്ടർനേറ്റീവ് സിഗ്നൽ ഉണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പ്ലെയിൻ ദ ഫേസ് ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ അത് ഒരുപോലെയാണ് വേരി ചെയ്യുന്നെങ്കിൽ വി വിൽ കോൾ ദം ഇൻ ഫേസ് സിഗ്നൽസ്, അതർവൈസ് ദേ വിൽ ബി ഇൻ ഔട്ട് ഓഫ് ഫേസ്. ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയുമ്പം ചിലപ്പോൾ
രണ്ട് കേസ് വരാം. ഒന്നെങ്കിൽ പുറകിലാവാം അല്ലെങ്കിൽ മുൻപിലാവാം. അപ്പൊ നമ്മൾ അതിനെ ഫേസ് ലാഗിങ് എന്നും ലീഡിങ് എന്നും പറയും. ഓക്കെ, അപ്പൊ ഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിവിഷണൽ പാർട്ട് ഓഫ് എ സൈക്കിൾ ത്രൂ വിച്ച് ദ ക്വാണ്ടിറ്റി മൂവ്സ് ഫോർവേഡ് ഫ്രം എ സെലക്ടഡ് ഒറിജിൻ. നിങ്ങൾ ആ സ്ലൈഡിനകത്ത് അതിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് റെഫറൻസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ ആംഗുലർ പൊസിഷൻ കാണിച്ചിരിക്കുന്നതിനകത്ത് 0 ഡിഗ്രിന്ന് തീറ്റ ഡിഗ്രി മാറിയിട്ടാണ് ഇപ്പൊ അതിന്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസിന് മാക്സിമം 0 to 360 ഡിഗ്രി ചേഞ്ച് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫേസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സിഗ്നലേ ഉള്ളെങ്കിൽ നമ്മൾ ഒറിജിൻ ആയിരിക്കും ഫേസ് ആയിട്ട് എടുക്കുക. ഓക്കെ, അതാണ് ഫേസ് ഓഫ് എ സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് ഇൻ ഫേസ് സിഗ്നൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഫിഗർ നോക്കുക. ദർ ആർ 2 സിഗ്നൽസ് ഇൻ ഫേസ്. എന്താണ് എൻ്റെ പ്രത്യേകത നോക്കുക. വൺ ഈസ് നമുക്കത് അസ്യൂം ചെയ്യാം വോൾട്ടേജ് സിഗ്നൽ എന്നും രണ്ടാമത്തെ കറണ്ട് സിഗ്നൽ എന്നും അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടും ഇൻ ഫേസ് സിഗ്നൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കുക. നമ്മൾ ഫേസ് ഡിഫറൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ദ സിഗ്നൽസ് മസ്റ്റ് ബി ഇൻ സെയിം ഫ്രീക്വൻസി. ഹിയർ 2 current signals are shown, IM1 and IM2. Okay, then these 2 signals attains the maximum and the minimum at the same time. Okay, അപ്പോൾ ഇത് സൈൻ വേവ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഏത് സിഗ്നൽസും കാണിക്കാൻ പറ്റും, ഓൾട്ടർനേറ്റീവ് സിഗ്നൽസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ദ സിഗ്നൽസ് ഹൂസ് ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് considering for explaining the phase. Then when these signals attains their maximum, then 0, then lowest minimum, ഇതെല്ലാം ഒരേ സമയത്താണെങ്കിൽ the both signals are said to be in phase. അപ്പോൾ IM1 ഉം IM2 ഉം in phase ആണ്. കാരണം the signal starts at the same point, then attains a maximum at 90 degree, then attains 0 at 5 degree, then attains negative maxima at 3 pi by 2, that is 270 degree, then attains again 0 at 2 pi. So both signals varies proportionally. There may be a change in the amplitude. Proportionate amplitude may change, but they are attaining the maximum, minimum and lowest minimum in same time. So both signals are in phase. Then only difference is their amplitude. ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ദർ ഈസ് എ റേഷ്യോ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ സിഗ്നലിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ I_M1 ആണെങ്കിൽ രണ്ടാമത്തെ തന്നെ I_M2 ആണ്. ഇപ്പൊ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ആംപ്ലിറ്റ്യൂഡിൽ. പക്ഷെ അത് ഈ രണ്ട് മാക്സിമം ആംപ്ലിറ്റ്യൂഡും അറ്റൈൻ ചെയ്യുന്ന സമയം ഒന്നാണ്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് എ ഇൻ ഫേസ് സിഗ്നൽ the movement of this vector will be same. So in the left side you can see one vector IM. We can resolve these IM1 into 2 vectors, IM1 and IM2 with 2 different amplitudes. നിങ്ങൾക്ക് അത് അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന IM എന്ന് പറഞ്ഞൊരു ജനറലി കാണിച്ചിരിക്കുന്നത് ഒരു സിഗ്നൽ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ സിഗ്നൽ ഡയറക്ഷനിൽ, അതേ വെക്ടർ ഡയറക്ഷനിൽ ഒരു IM1 എന്നും IM2 എന്നും രണ്ടായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദ കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദിസ് 2 സിഗ്നൽസ്. ഓക്കെ, അപ്പോൾ ഇൻഫേസ് സിഗ്നലിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പോലെ വേരി ചെയ്യുന്ന രണ്ട് സിഗ്നൽ, അതിന്റെ ആംപ്ലിറ്റ്യൂഡിന് മാത്രം വ്യത്യാസം. ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ഫേസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ ഫേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഫേസ് എങ്ങനെ ആയിരിക്കും? ഇൻഡിവിജ്വലി, അതായത് രണ്ടും ഒരേപോലെ വേരി ചെയ്യുന്ന ഫേസ്. സോ ഫേസ് ഡിഫറൻസ് 0 ആയതുകൊണ്ട് ദീസ് സിഗ്നൽസ് ആർ കോൾഡ് ഇൻ ഫേസ് സിഗ്നൽസ്. ദെൻ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ഒരു റെഫറൻസിനെ ബേസ് ചെയ്ത് നമുക്കത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദീസ് സിഗ്നൽസ് വിൽ ഹാവ് എ ഫേസ് ഡിഫറൻസ്. നോക്കുക, ഈ ഒരു അടുത്ത ഒരു എക്സാമ്പിൾ. റൈറ്റ് സൈഡിൽ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ നോക്കുക. there are 2 signals, IM1 and IM2 of same frequency. ഇവിടെ ഫ്രീക്വൻസി സെയിം ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആണ്,
ഫേസ് ഡിഫറെൻ്റ് ആണ്. നോക്കുക എന്താണ് അതിന്റെ വ്യത്യാസം. ഒന്ന് IM2 ദെൻ IM1. IM2 ഒരേ ഫ്രീക്വൻസിയാണ് IM1ഉമായിട്ട്. പക്ഷേ IM2 അതായത് ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള സിഗ്നൽ നോക്കുക. ഇറ്റ് അറ്റൈൻസ് എ മാക്സിമം വാല്യൂ അറ്റ് എ ലോവർ ടൈം അല്ലെ. ആദ്യം മാക്സിമത്തിൽ എത്തുന്നത് IM2 ആണ്. ദെൻ വെൻ തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഈക്വൽ ടു 90 ഡിഗ്രി എത്തുമ്പോൾ മാത്രമാണ് IM1 മാക്സിമം എത്തുന്നത്. സോ ബോത്ത് സിഗ്നൽസ് ഹാവ് ദ സെയിം ഫ്രീക്വൻസി ബട്ട് they attains their maximum or similar point at a different time. This difference is called phase difference. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. one signal is compared to another one is lagging, അല്ലെങ്കിൽ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ one is leading. ലാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഒന്ന് പുറകിലാണ്, ഒന്ന് മുൻപിലാണ്. അപ്പൊ ടൈം എടുത്തു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം മാക്സിമത്തിൽ എത്തുന്നതാണ് ലീഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ ലീഡിങ് സിഗ്നൽ വിൽ അറ്റൈൻ ഇറ്റ്സ് മാക്സിമം വാല്യൂ അറ്റ് എ ലെസർ ടൈം.